നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ 13ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഹി ലിവ്സ് ഡാഷ് ദി തേർഡ് ഫ്ലോർ അറ്റ്, ഓൺ, ഇൻ, ഫ്രം. ഇവിടെ പ്രിപ്പോസിഷൻ്റെ ഉപയോഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിന് കുറേ നിയമങ്ങളുണ്ട്. എല്ലാ നിയമങ്ങളും പഠിച്ചിട്ടൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. കുറേ പ്രാക്ടീസിൽ കൂടി ആണ് നമ്മൾ ചെയ്യുന്നത്. ഹി ലിവ്സ് ഡാഷ് ദി തേർഡ് ഫ്ലോർ. അപ്പോൾ ഇവിടെ ഒരു നിയമം നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിനെ കാണിക്കുകയാണ്. അപ്പം തേർഡ് ഫ്ലോറിലാണ്. അപ്പോൾ അങ്ങനെ സർഫസിനെ കാണിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓണാണ്. ഓൺ. അപ്പോൾ ഓൺ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ സർഫസ് ഓഫ് സംതിങ്. ഏതെങ്കിലും ഒരു പ്രതലത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും നമ്മൾ. ഓൺ ദി ടേബിൾ, ഓൺ ദി ബസ്, ഓൺ ദി ഫ്ലോർ, എക്സെട്ര. അപ്പോൾ പ്രതലത്തെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഓൺ ഉപയോഗിക്കുന്നത്. അനദർ സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ടു സ്പെസിഫൈ ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. ഡേയ്സും ഡേറ്റ്സും കാണിക്കാൻ ഉപയോഗിക്കും. ഓൺ വെനസ്ഡേ, ഓൺ 13th December, അങ്ങനെ. അതുകൂടാതെ വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻഡിക്കേറ്റ് എ ഡിവൈസ് ഓർ മെഷീൻ. ഏതെങ്കിലും ഒരു മെഷീനെ അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ കാര്യം. ഓൺ ദി ഫോൺ, നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം ഓൺ ദി ഫോൺ. ഐ ആം ഓൺ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൺ ദി കമ്പ്യൂട്ടർ. ഐ ആം ഓൺ ദി TV. അപ്പോൾ അങ്ങനെ ഡിവൈസുകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻസിൻ്റെയോ ഉപയോഗത്തിനെ സംബന്ധിച്ച് കാണിക്കുമ്പോഴും നമ്മൾ ഓണാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ പാർട്ട് ഓഫ് ദി ബോഡി. ഫോർ എക്സാമ്പിൾ ഓൺ മൈ ഷോൾഡർ, ഓൺ മൈ ഫിംഗർ. അല്ലാതെ ദി റിംഗ് ഈസ് ഇൻ മൈ ഫിംഗർ എന്ന് പറയില്ല. ദ റിംഗ് ഈസ് ഓൺ മൈ ഫിംഗർ. അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെ സംബന്ധിച്ച് പറയാനാണെങ്കിലും ഓൺ ചേർത്ത് പറയും. ഓൺ മൈ ഷോൾഡർ. യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് സംതിങ്. ഏതെങ്കിലും ഒരു സ്ഥാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാം. ദ ഹൗസ് ഈസ് ഓൺ ഫയർ. ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ ആ വീട് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് ദ ഹൗസ് ഈസ് ഓൺ ഫയർ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾക്ക് നമ്മൾ ഓൺ ഉപയോഗിക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളപ്പം അറ്റല്ല, ഇന്നല്ല, ഫ്രം അല്ല. സാധാരണ നമ്മളിത് കാണുമ്പോൾ ഹി ലീവ്സ് അറ്റ് എന്നൊക്കെ ഉദ്ദേശിക്കും, അല്ലെ ഇന്ന് ഉദ്ദേശിക്കുക. അതല്ല, ഒരു ഫ്ലോറിനെ കാണിക്കുന്നതായതുകൊണ്ട് അവിടെ നമ്മൾ ഓൺ ഉപയോഗിക്കണം. ഹി ലീവ്സ് ഓൺ ദി തേർഡ് ഫ്ലോർ. അപ്പം ഫ്ലോറിനെ കാണിക്കാൻ ഉപയോഗിക്കും. ഒരു ഡേയോ ഡേറ്റോ പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ ഉപയോഗിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു മെഷീൻ അല്ലെങ്കിൽ അതുപോലെ ഒരു ഡിവൈസിനെ ഉപയോഗത്തിൽ കാണിക്കുമ്പം പറയും. അതുപോലെ ബോഡി പാർട്സിനെ കുറിച്ച് പറയുമ്പോൾ ഓൺ മൈ ഷോൾഡർ, ഞാൻ പറയില്ല ഓൺ മൈ ഫിംഗർ. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്, ഓൺ. ഹി ലിവ്സ് ഓൺ ദി തേർഡ് ഫ്ലോർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡാഷ് റോസ് ഇൻ മൈ ഹൗസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എ ആൻഡ് ദി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾസിൻ്റെ പ്രയോഗമാണ്. ആർട്ടിക്കിൾസ് രണ്ട് തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദി. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് എയും ആനും. അപ്പോൾ ഇത് ദി എന്ന് പറയുന്ന ആർട്ടിക്കിളും എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള. അപ്പോൾ വവൽ സൗണ്ട്സിൻ്റെ മുന്നിൽ ആൻ ഉപയോഗിക്കുമെന്നും കോൺസോണൻസിൻ്റെ മുന്നിൽ എ ഉപയോഗിക്കുമെന്നും പിന്നെ ദി ഉപയോഗിക്കുന്നതിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എ റോസ് ഇൻ മൈ ഹൗസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ആൻ റോസ് എന്ന് പറയില്ല. അത് വവൽ സൗണ്ട് അല്ല, ആർ എന്നുള്ളത്. റോസ്, റോ എന്ന് പറയുന്നത്. ദി നൺ ഓഫ് ദീസ്. ഇപ്പം നൺ ഓഫ് ദീസ് ആണോ ദി ആണോ എ ആണോ എന്ന് നോക്കണം. നൺ ഓഫ് ദീസ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾസ് അല്ലാതെ വേറെ എന്തെങ്കിലും വരണം. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പം റോസ് ഇൻ മൈ ഹൗസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ വീട്ടിലുള്ള റോസ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതൊരു പർട്ടിക്കുലർ കേസിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയാം. അവിടെ നമ്മൾ റോസിൻ്റെ മുന്നിൽ ഒന്നും ചേർക്കണ്ട. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ഫ്ലവറാണ്, ജനറൽ ട്രൂത്താണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള സ്പെസിഫിക് ആയിട്ട് പറയുക, ജനറലായിട്ടല്ല പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് കേസാണ്, പർട്ടിക്കുലർ കേസാണ്. അപ്പോൾ പർട്ടിക്കുലർ കേസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ ദി എന്ന് പറഞ്ഞ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അപ്പോൾ ദി റോസ് ഇൻ മൈ ഹൗസ്, എൻ്റെ വീട്ടിലുള്ള റോസ്, ആ പർട്ടിക്കുലർ റോസിനെ കുറിച്ച് പറയും. ഒരു പർട്ടിക്കുലറൈസ് ചെയ്തൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ ദി ചേർക്കാം. അപ്പോൾ എ റോസ് എന്ന് പറയും. എ റോസ് ഇൻ മൈ ഹൗസ്, ഞങ്ങളുടെ എൻ്റെ വീട്ടിലുള്ള ഒരു റോസ് എന്നല്ല, ദി റോസ് ഇൻ മൈ ഹൗസ്, എൻ്റെ വീട്ടിലുള്ള റോസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ.
അപ്പോൾ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുന്നത് കൊണ്ട് അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ദിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പഠിക്കുന്നതാണ്. അപ്പോൾ ദി റോസ് ഇൻ മൈ ഹൗസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ്, ദി. അടുത്ത 15ാമത്, ദീപ എൻജോയ്സ് ഡാഷ് ദി നോവൽ ഓഫ് ജെയിൻ ഓസ്റ്റിൻ. ദീപ എൻജോയ്സ് ഡാഷ് ദി നോവൽസ് ഓഫ് ജെയിൻ ആസ്റ്റിൻ്റെ നോവൽസ് വായിക്കുമ്പോൾ അവർ എൻജോയ് ചെയ്യുന്നു. ടു റീഡ് വരുമോ, റീഡിങ് വരുമോ, ഫോർ റീഡിങ് വരുമോ, ടു നോ എന്ന്. അപ്പോൾ നമുക്കിങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഈ ചില വാക്കുകളുടെ കഴിഞ്ഞാൽ ഉടനെ ജെറണ്ട് ഫോമിലുള്ള വാക്കുകളാണ് വരുന്നത്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ചേർത്താണല്ലോ, വെർബായിട്ടല്ല, വെർബൽ നൗണായിട്ട് വരിക. അതായത് ദീപ എൻജോയ്സ് ഡാഷ് എന്ന് പറയുമ്പോൾ അവിടെ ജെറണ്ട് വരണമെന്നുണ്ടെങ്കിൽ ദീപ എൻജോയ്സ് റീഡിങ് ദ നോവൽസ് ഓഫ് ജെയിൻ ആസ്റ്റിൻ. ഇത്തരം വാക്കുകൾ എൻജോയ്സ്, അതായത് വുഡ് യു മൈൻഡ്, അത്തരം ചില പ്രയോഗങ്ങൾ വരുന്ന സമയത്ത് അതിനുശേഷം ജെറണ്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വുഡ് യു മൈൻഡ് ലെൻഡിങ് സം മണി, വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ സം മണി, വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ING തന്നെ വരും, വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ സം മണി. അതുപോലെ ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് ഗിവൺ അപ്പ് ഡാഷ് ഹോക്കി എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ഗിവൺ അപ്പ് പ്ലേയിങ് ഹോക്കി, അവിടെയും ജെറണ്ട്. അപ്പോൾ ഹാസ് ഗിവൺ അപ്പ് ചില ഫ്രേസൽ വെർബ്സിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് വരുന്നതും ജെറണ്ടാണ്. ജെറണ്ട് ഫോംസ് ഒരുപാടുണ്ട്, പക്ഷേ അതെല്ലാം നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ആ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ING വരും, വെർബിൻ്റെ ING ഫോം വരും. അതുപോലെ തന്നെ എൻജോയ്സ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞിട്ട് ING ഫോം വരും എന്നുള്ള ചുരുക്കം ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്ക്. ഇതെല്ലാം കൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് ദീപ എൻജോയ്സ് റീഡിങ് ദി നോവൽസ് ഓഫ് ജെയിൻ ആസ്റ്റിൻ. എൻജോയ്സ് കഴിഞ്ഞിട്ട് റീഡിങ് വരും, വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് റീഡിങ് വരും. അതുപോലെ തന്നെ ഗിവൺ അപ്പ് എന്നുള്ളതിന് ശേഷം ജെറണ്ട് വരും. അപ്പം ഇവിടുത്തെ ആൻസർ ബി ആണ്, ദീപ എൻജോയ്സ് റീഡിങ് ദി നോവൽസ് ഓഫ് ജെയിൻ ആസ്റ്റിൻ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ദർ ഈസ് ഹാർഡ്ലി ഡാഷ് ഷോപ്പ് ഓപ്പൺ ടുഡേ. ദർ ഈസ് ഹാർഡ്ലി ഡാഷ് ഷോപ്പ് ഓപ്പൺ ടുഡേ. ഇന്ന് ഡാഷ് ഷോപ്പ്, ഹാർഡ്ലി കഴിഞ്ഞിട്ട് ഹാർഡ്ലി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നെഗറ്റീവ് മീനിങ്ങാണ്. ഇവിടെ തന്നിരിക്കുന്ന ആൻസർ ആൾ, നോ, എനി, സം. അപ്പം ദർ ഈസ് ഹാർഡ്ലി നോ ഷോപ്പ് എന്നൊക്കെ ചിലപ്പോൾ തോന്നും, ഇന്നൊരു കടയും തുറന്നിട്ടില്ല. അപ്പോൾ ഇല്ല എന്നുള്ളതിന് പകരം അവിടെ ഹാർഡ്ലി വന്നിട്ടുണ്ട്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ലിറ്റിൽ, ഫ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കറിയാം അതെല്ലാം നെഗറ്റീവ് മീനിങ് വരുന്ന വാക്കുകളാണ്. അപ്പോൾ ദർ ഈസ് ഹാർഡ്ലി എനിയാണ് വരുന്നത്. ഇവിടെ ആളെന്നോ നോ എന്നോ സമ്മെന്നോ ഒന്നും വരുന്നില്ല. ദർ ഈസ് ഹാർഡ്ലി എനി ഷോപ്പ് ഓപ്പൺ ടുഡേ. ഇന്നൊരു കടയും തുറന്നിട്ടില്ല. ദർ ഈസ് ഹാർഡ്ലി നോ ഷോപ്പ് എന്ന സംശയം തോന്നാൻ സാധ്യതയുള്ളത് അവിടെ അല്ല. ദർ ഈസ് ഹാർഡ്ലി നോ ഷോപ്പല്ല, ദർ ഈസ് ഹാർഡ്ലി എനി ഷോപ്പ് ഓപ്പൺ ടുഡേ. ഹാർഡ്ലിക്ക് നെഗറ്റീവ് മീനിങ് ആയതുകൊണ്ടാണ് പിന്നെ ഒരു നോ ചേർക്കാത്തത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി അഡ്ജക്റ്റീവ് ഫോം ഓഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്നുള്ളതിൻ്റെ അഡ്ജക്റ്റീവ് ഫോം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം. നീ കോൺഫിഡൻ്റ് ആയിരിക്കണം എന്ന് പറയത്തില്ലേ? കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം. അപ്പോൾ അത് അഡ്ജക്റ്റീവ് ഫോം ഓഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്നുള്ളതിൻ്റെ അഡ്ജക്റ്റീവ് ഫോമാണ് ചോദിക്കുന്നത്. അഡ്ജക്റ്റീവ് ഫോം, ആഡ്വെർബ് ഫോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്തോ അഡ്ജക്റ്റീവ് ആഡ്വെർബ് നമ്മൾ വ്യത്യാസം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമവിശേഷണം. ആഡ്വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണം. നൗണിനെ വിശേഷിപ്പിച്ചാൽ അഡ്ജക്റ്റീവ് എന്നും വെർബിനെ വിശേഷിപ്പിച്ചാൽ അതിനെ ആഡ്വെർബ് എന്നും പറയും. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അഡ്ജക്റ്റീവ് ഫോം ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ കോൺഫിഡൻസ് എന്താണെന്ന് നമ്മൾ അറിയണം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ അതിൻ്റെ നൗൺ ഫോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മളൊരു നൗൺ ഫോമിനെ കുറിച്ച് പറഞ്ഞാൽ ഓർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻ്റ് എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ നൗൺ ഫോമാണ് കോൺഫിഡൻസ്. ഇതൊരു നൗൺ ഫോമാണ് കോൺഫിഡൻസ്. അപ്പോൾ കോൺഫിഡൻ്റ് എന്നുള്ള നൗണിൻ്റെ
സോറി കോൺഫിഡൻ്റ് എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ നൗൺ ഫോമാണ് കോൺഫിഡൻസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ അഡ്ജക്റ്റീവ് ഫോം എന്ന് പറയുമ്പം കോൺഫിഡൻ്റ് ആണ്. കോൺഫിഡൻ്റ്ലി എന്ന് പറയുമ്പോൾ അത് ആഡ്വർബാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്ന് പറയാം. കോൺഫിഡൻറ്റ് ഞാൻ പറഞ്ഞ ഒരു അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഹീ ഈസ് ചേർത്ത് പറയണമെന്ന് പറഞ്ഞു നോക്കണം. ഹീ ഈസ് കോൺഫിഡൻറ്റ്, അവൻ കോൺഫിഡൻ്റ് ആണ്, അവൻ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അവനെ വിശേഷിപ്പിക്കുക, അത് അവൻ കോൺഫിഡൻ്റ് ആണ്. അപ്പം ഹീ ഡസ് ഹിസ് വർക്ക് കോൺഫിഡൻ്റ്ലി, അവൻ അവൻ്റെ ജോലി കോൺഫിഡൻ്റായിട്ട് ചെയ്യുന്നു, വിശ്വാസത്തോട് ചെയ്യുന്നു. അവിടെ ജോലിയെ വിശേഷിപ്പിക്കുക, ആ വർക്കിനെ വിശേഷിപ്പിക്കുന്നു. ഹി ഡസ് ഹിസ് വർക്ക് കോൺഫിഡൻ്റ്ലി, വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ അവൻ ഉറപ്പോടുകൂടി അവൻ്റെ ജോലി അവൻ ചെയ്യുന്നു. അപ്പോൾ ആ TLYയിലൊക്കെ അവസാനിക്കുന്നത് ആഡ്വർബായിരിക്കും. അപ്പോൾ ഇവിടെ കോൺഫിഡൻ്റ് ആണ് അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോം. കോൺഫിഡൻസ് എന്നുള്ളതിൻ്റെ അഡ്ജക്റ്റീവ് ഫോം. കോൺഫിഡൻ്റ് എന്നുള്ളതിൻ്റെ നൗൺ ഫോമാണ് കോൺഫിഡൻസ്. അബ്സ്ട്രാക്ട് നൗൺ ആണ് കോൺഫിഡൻസ്. കോൺഫിഡൻറ്റ്, കോൺഫിഡൻസ്, കോൺഫിഡൻ്റ്ലി. കോൺഫിഡൻഷ്യലി എന്ന് പറഞ്ഞാൽ സി കൊടുത്തിരിക്കും. കോൺഫിഡൻഷ്യൽ അത് രഹസ്യമായിട്ടുള്ളതാണ്. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് രഹസ്യം. കോൺഫിഡൻഷ്യാലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് രഹസ്യമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല, കോൺഫിഡൻഷ്യാലിറ്റിയും കോൺഫിഡൻഷ്യലും അല്ല. ഇവിടെ കോൺഫിഡൻ്റ് ആണ് ശരി ഉത്തരം. അഡ്ജക്റ്റീവ് ഫോം ഓഫ് കോൺഫിഡൻസ് ഈസ് കോൺഫിഡൻറ്റ്. കോൺഫിഡൻ്റ്ലി എന്ന് പറഞ്ഞാൽ ആഡ്വർബാണ് കോൺഫിഡൻസ്. അപ്പോൾ കോൺഫിഡൻറ്റ് എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കോൺഫിഡൻറ്റ് അഡ്ജക്റ്റീവ് ഫോം ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആണ്. അടുത്ത 18ാമത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പരറ്റീവ് സെൻറ്റൻസ്. ഇതിനകത്ത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ഏതാണ്? ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വാസ് ഹി ഒബൈഡ്, പ്ലീസ് ഒബേ, പുവർ പീപ്പിൾ ഒബേ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വെർബിൽ തുടങ്ങുന്ന വാചകങ്ങളെയാണ് നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ വെർബിൽ തുടങ്ങുന്ന ഏതാ? വാസ് എന്ന് പറഞ്ഞാൽ വെർബല്ലേ, ഓക്സിലറി വെർബ് വാസ്. അപ്പോൾ ആണോ വാസ് ഹി ഒബൈഡ്? അത് ഒരു പാസീവ് ഫോമാണ്. വാസ് ഹി ഒബൈഡ് അതല്ല. ഹി ഒബൈഡ് എന്നുള്ളതിൻ്റെ ഹി ഒബൈഡ് എന്ന് പറഞ്ഞാൽ അവൻ അനുസരിച്ചു. അടുത്ത് സി പ്ലീസ് ഒബേ. ഡി പുവർ പീപ്പിൾ ഒബേ. പുവർ എന്ന് പറയുന്നത് വെർബല്ല, അതൊരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അഡ്ജക്റ്റീവിനോട് ഹീ ഈസ് പുവർ, അവൻ പുവറാണ്, അവനെ വിശേഷിപ്പിക്കുക. അല്ലെ ഹീ ഈസ് റിച്ച്. അപ്പോൾ ഇവിടെ വെർബിൽ തുടങ്ങുന്ന വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വെർബ് കാണുന്നില്ല. ഒരു പ്ലീസ് ഒബേ എന്ന് പറയുമ്പോൾ ഒരു പ്ലീസ് കിടപ്പുണ്ട്. അപ്പം സാധാരണയായിട്ട് ഇമ്പരറ്റീവ് സെൻറ്റൻസ് പ്ലീസിലോ ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പം ആ പ്ലീസിനെ നമ്മളവിടെ മൈൻഡ് ചെയ്യുന്ന കാര്യമില്ല. ആ ഒബേ എന്നുള്ള വെർബാണ്. പ്ലീസ് ഒബേ യുവർ ഫാദർ, നിൻ്റെ അച്ഛനെ നീ അനുസരിക്കുക. അപ്പോൾ അവിടെ പ്ലീസ് ആ ഒബേയിലാണ് തുടങ്ങിയിരിക്കുന്ന വാചകം. പ്ലീസ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ആ പ്ലീസ് ഒബേ. അപ്പോൾ അതാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസ്. ഇമ്പരറ്റീവ് സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഓർഡറിൻ്റെ ഫോമിലോ റിക്വസ്റ്റിൻ്റെ ഫോമിലോ അഡ്വൈസിൻ്റെ ഫോമിലോ ഒക്കെ വരുന്നതാണ്. ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗെറ്റിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ഇമ്പരറ്റീവ് സെൻറ്റൻസാണ്. പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ദയവായി സഹായിക്കൂ. ഹെൽപ്പ് മീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഇമ്പരറ്റീവ് സെൻറ്റൻസിന് അല്ല നമ്മൾ വെർബിലാണ് തുടങ്ങുന്നത്. ഇവിടുത്തെ ഉത്തരവ് എന്ന് പറയുന്നത് സി ആണ്. പ്ലീസ് ഒബേ, ദയവായി അനുസരിക്കുക. അപ്പോൾ അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് മെക്കാനിക് ഈസ് ഗുഡ് ഡാഷ് ഇൻ ഡാഷ് റിപ്പയറിംഗ് മെഷീൻസ്. ദിസ് മെക്കാനിക് ഈസ് ഗുഡ്, ഇന്നെന്ന് അല്ല. അവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇൻ, അറ്റ്, ഓൺ, ഡു. അപ്പോൾ മെക്കാനിക് ഈസ് ഗുഡ് കഴിഞ്ഞിട്ട് ഇന്ന് ഒരിക്കലും ചേർക്കില്ല. ഗുഡ് അറ്റാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ദിസ് മെക്കാനിക് ഈസ് ഗുഡ് ഇൻ റിപ്പയറിംഗ് അല്ല പറയുന്നത്. ദിസ് മെക്കാനിക് ഈസ് ഗുഡ് അറ്റ് റിപ്പയറിംഗ്. ഓണോ ടുവോ ഒന്നും അല്ല. ദിസ് മെക്കാനിക് ഈസ് ഗുഡ് അറ്റ്. അപ്പോൾ ശ്രദ്ധിച്ചോണം. ദിസ് സ്റ്റുഡൻറ്റ് ഈസ് ഗുഡ് അറ്റ് സ്റ്റഡിയിങ്. ഈ കുട്ടി പഠിക്കുന്ന കാര്യത്തിൽ അവൻ ഗുഡാണ്. ഗുഡ് അറ്റ്. ഇവിടുത്തേത് മെക്കാനിക് ഈസ് ഗുഡ് അറ്റ് റിപ്പയറിങ്. അറ്റാണ് വരുന്നത്. ബി ആണ് ശരി ഉത്തരം. ദിസ് മെക്കാനിക് ഈസ് ഗുഡ് അറ്റ് റിപ്പയറിങ് മെഷീൻസ്. അപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, had he reached the office dash all the staff stopped talking. ഇത് ഹാർഡ്ലി നോട്ട് ഓൺലി ബട്ട് ഓൾസോ എയ്തർ ഓർ നെയ്തർ നോർ നോ സൂണർ ദാൻ ഇത്തരം കുറേ കോറിലേറ്റീവ്സ് ഉണ്ട്. ആ കോറിലേറ്റീവ്സ് ഇപ്പെടുന്ന ഒരെണ്ണമായി വന്നിരിക്കുന്നത്. ഹാർഡ്ലി കഴിഞ്ഞിട്ട് ഏത് വരുമോ, ഏത് വാക്ക് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വരും. അപ്പോൾ നോട്ട് ഓൺലി കഴിഞ്ഞ് ബട്ട് ഓൾസോ വരുമെന്നറിയാം. അതുപോലെ തന്നെ നെയ്തർ കഴിഞ്ഞ് നോർ വരുമെന്നറിയാം. എയ്തർ കഴിഞ്ഞ് ഓർ വരുമെന്നറിയാം. എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി കഴിഞ്ഞ് വരുന്നത് ഏതാണ്? ദാൻ ആണോ, ദെൻ ആണോ, വെൻ ആണോ, ഇമ്മീഡിയറ്റ്ലി ആണോ? ഹാർഡ്ലി ഹാഡ് ഹി റീച്ച് ദ ഓഫീസ്. അവൻ ഓഫീസിൽ എത്തിച്ചേർന്ന ഉടൻ തന്നെ ഓൾ ദി സ്റ്റാഫ് സ്റ്റോപ്പ് ടോക്കിംഗ്. എല്ലാവരും സംസാരം നിർത്തി.
അപ്പം ആദ്യം നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിച്ചേർന്നു, അതുകൊണ്ട് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ഹാഡ് ഹി റീച്ച്ഡ്. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം നടന്ന സംഭവത്തിന് ശേഷം രണ്ടാമതൊരു സംഭവം നടന്നു, അയാൾ എത്തിച്ചേർന്ന ആദ്യം, അത് കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് സംസാരം നിർത്തി എന്നുള്ളത് അടുത്തത്. അപ്പോൾ ഇവിടെ ഹാർഡ്ലി കഴിഞ്ഞ് വരുന്ന വാക്ക് ഹാർഡ്ലി വെൻ ആണ്. ഹാർഡ്ലി ദാൻ അല്ല, ഹാർഡ്ലി വെൻ. ഹാഡ് ഹി റീച്ച് ദ ഓഫീസ് വെൻ ഓൾ ദി സ്റ്റാഫ് സ്റ്റോപ്പ് ടോക്കിംഗ്. ഹാർഡ്ലിയുടെ വരുന്നത് വെൻ. അപ്പോൾ സി ആണ് ശരി ഉത്തരം. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. പോയറ്റ്സ് ഓഫൺ ഡ്രോ ദെയർ ഡാഷ് ഫ്രം നേച്ചർ. കവികൾ അവരുടെ ആശയങ്ങൾ സംഭരിക്കുന്നത് അല്ലെ ശേഖരിക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡാഷ് ഫ്രം ദി നേച്ചർ, അവരുടെ ഫീലിങ്സിൽ നിന്നാണോ, അവരുടെ വികാരത്തിൽ നിന്നാണോ, ഇൻസ്പിറേഷനിൽ നിന്നാണോ, ഇമാജിനേഷനിൽ നിന്നാണോ, ഇൻവെസ്റ്റിഗേഷനിൽ നിന്നാണോ? അപ്പോൾ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വികാരമാണല്ലോ. വികാരങ്ങളിൽ നിന്നാണോ അവരുടെ കാര്യങ്ങൾ എടുക്കുന്നത്? ഇൻസ്പിറേഷനാണ്, പ്രചോദനത്തിൽ നിന്നാണോ? ഇമാജിൻ ചെയ്യും, സങ്കല്പത്തിൽ നിന്നാണോ? ഇൻവെസ്റ്റിഗേഷനിൽ കൂടിയാണോ? അപ്പോൾ ഇത് പോയിറ്റ്സിൻ്റെ കാര്യം പറയുമ്പം ഫീലിംഗ് ആണോ, ഇൻസ്പിറേഷൻ ആണോ, ഇമാജിനേഷൻ ആണോ, ഇൻവെസ്റ്റിഗേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആപ്റ്റ് വേർഡ് വേണം. ദ പോയിറ്റ്സ് ഓഫൺ ഡ്രോ ദെയർ ഇൻസ്പിറേഷനാണ്. ആ ഇൻസ്പിറേഷൻ പ്രചോദനം ആണ് ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്നാണ് അവർക്ക് പ്രചോദനം ഉണ്ടാകുന്നത്, അല്ല പ്രകൃതിയിൽ നിന്നുള്ള ഫീലിംഗ് അല്ല, അല്ലെ ഇമാജിനേഷൻ അല്ല. പോയിറ്റ്സ് ഓഫൺ ഡ്രോ ദെയർ ഇൻസ്പിറേഷൻ ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്നാണ് അവർക്ക് പ്രചോദനം കിട്ടുന്നത് കവിത എഴുതാൻ അല്ലെ പോയം എഴുതാൻ വേണ്ടി. അപ്പോൾ ആ ഇൻസ്പിറേഷനാണ് അവിടെ വരേണ്ടത്, ഇൻസ്പിറേഷൻ ഫ്രം നേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22ാമത്തെ. ഹി ടോക്ക് ആസ് ഇഫ് ഹി ഡാഷ് റിച്ച്, ഈസ് വാസ് വെയർ ഹാഡ് ബീൻ. അപ്പോൾ ആസീഫ് കഴിഞ്ഞിട്ട് വരുന്നതെല്ലാം ആസീഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി കണ്ടീഷനാണ്. ഹി ടോക്ക്ഡ് ആസിഫ് ഹി ഡാഷ് റിച്ച്, അവൻ റിച്ച് എന്ന ഭാവനയാണ് സംസാരിക്കുന്നത്, ഭാവത്തിലാണ് എന്ന് പറഞ്ഞാൽ അവൻ റിച്ച് അല്ല, അതൊരു ഇമാജിനറി സിറ്റുവേഷനാണത്. അവൻ റിച്ച് അല്ല, പക്ഷേ അവൻ റിച്ച് ആണെന്നുള്ള രീതിയിലാണ് അവൻ്റെ സംസാരമല്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അൺറിയൽ കണ്ടീഷനൊക്കെ പഠിച്ചിട്ടുള്ള അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ വെയർ വരണം. ഹി ടോക്ക്ഡ് ആസ് ഇഫ് ഹി വെയർ റിച്ച്, ഹി വാസ് റിച്ച് അല്ല, ആസ് ഇഫ് ഹി വെയർ റിച്ച്, അവൻ റിച്ച് ആണെന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നു. ആസിഫ് വന്നു കഴിഞ്ഞിട്ട് ഇതുപോലുള്ള വെയർ ആണ് വരുന്നത്, ആസ് ഇഫ് ഹി വെയർ റിച്ച്. അത് മനസ്സിലാക്കണം, ആസിഫ് കഴിഞ്ഞ് വരുന്നത്. ഇനി അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ വേർഡ് ഡെക്കോറം മീൻസ്, ഇത് ഒരു ഒഫീഷ്യൽ ടേമാണ്. ഡെക്കോറം അതിന് തന്നിരിക്കുന്നത് ഡീസൻറ്റ്, പ്രൊപ്രൈറ്റി, എ ഫോറം, കോമൺ സെൻസ്. അപ്പോൾ ചിലർ ഡെക്കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറം ആണെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് എ ഫോറം ഉത്തരം കൊടുത്തത്. ഒരു കോമൺ സെൻസ്, ഡീസൻറ്റ് ആകുക. പ്രൊപ്രൈറ്റി അർത്ഥം എന്താ? ഒരു നല്ല ബിഹേവിയറിനെയാണ്, ഗുഡ് ബിഹേവിയറിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്കോറം എന്ന് പറഞ്ഞാൽ ഓഫീസ് ഡെക്കോറം പാലിക്കണം എന്ന് പറയും. ഓഫീസ് ഡെക്കോറം എന്ന് പറഞ്ഞാൽ ഓഫീസിൻ്റേതായ മാന്യതയിലുള്ള പെരുമാറ്റങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം പ്രൊപ്രൈറ്റിയാണ്. ദ വേർഡ് ഓഫ് ഡെക്കോറം മീൻസ് പ്രൊപ്രൈറ്റി, നല്ല പെരുമാറ്റത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഓഫീസിൽ നല്ല രീതിയിൽ പെരുമാറണം, അതുകൊണ്ട് ബി ആണ് ശരി ഉത്തരം. ദി വേർഡ് ഡെക്കോറം മീൻസ് പ്രൊപ്രൈറ്റി. അടുത്തത്. ദി സൺ ഡാഷ് വെൻ ഐ വോക്ക് അപ്പ്, റൈസസ്, റോസ്, ഹാസ് റിസൺ, ഹാഡ് റൈസൺ. അപ്പോൾ ഇവിടെ സൺ ഡാഷ് വെൻ ഐ വോക്ക് അപ്പ്, ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ. ദി സൺ ഡാഷ് വെൻ ഐ വോക്ക് അപ്പ്, ഞാൻ എഴുന്നേറ്റപ്പോൾ അല്ലെ ഞാൻ ഉണർന്നപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് രണ്ട് സംഭവങ്ങൾ നടന്നിട്ടുള്ള. രണ്ടാമത് നടന്നതാണ് വോക്കപ്പ്. രണ്ടാമത്തെ വെന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ, ഞാൻ ഉണർന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. ആദ്യം നടന്ന സംഭവത്തിനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ചേർക്കണം. അപ്പോൾ ദ സൺ ഹാഡ് റിസൺ എന്ന് പറയാൻ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ എഴുന്നേറ്റപ്പോൾ. അപ്പോൾ ഇവിടെ ഹാഡ് റൈസൺ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. റൈസസോ റോസോ ഹാസ് റൈസണോ ഒന്നുമല്ല. സൺ ഹാഡ് റിസൺ വെൻ ഐ വോക്കപ്പ്. അതിന് രണ്ട് കാര്യങ്ങൾ നടന്നു. അതിൽ ആദ്യത്തെ കാര്യമാണ് സൂര്യൻ ഉദിച്ചത്, അതിന് ശേഷമാണ് ഞാൻ ഉണർന്നത്. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം, ഹാഡ് റിസൺ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ടോൾഡ് ഹൗ ബ്യൂട്ടിഫുൾ ദ സൈറ്റ് ഈസ്. അവൻ പറഞ്ഞു ഹൗ ബ്യൂട്ടിഫുൾ ദ സൈറ്റ് ഈസ്. അതിൻ്റെ ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച്. അതിൻ്റെ റിപ്പോർട്ടർ സ്പീച്ച് എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിന് കുറേ റൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ കൺജങ്ഷൻ എന്നത് ചേർക്കണം, അസർട്ടീവ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഇത് ചേർക്കണം, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെങ്കിൽ ഇതിനെ ചേർക്കണം,
ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഇങ്ങനെ ഏത് കൺജങ്ഷൻ ചേർക്കണം, കാര്യം ഇൻവെർട്ടർ കോമയിലായിരിക്കുമല്ലോ വരുന്നത്. ഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ ഇൻവെർട്ടർ കോമയിൽ ഒരാൾ പറഞ്ഞ കാര്യം അതുപോലെ എഴുതിയിരിക്കുക ഇൻവെർട്ടർ കോമയിൽ. ആ ഇൻവെർട്ടർ കോമ മാറ്റി ഇൻഡയറക്റ്റ് റിപ്പോർട്ടർ സ്പീച്ച് ആക്കേണ്ടത്. ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ച് ആക്കുമ്പോൾ ഇൻവെർട്ടർ കോമ മാറണം. ഇൻവെർട്ടർ കോമ മാറുമ്പോൾ ആദ്യത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും യോജിപ്പിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് ഉപയോഗിക്കണം. രണ്ട് വാക്കുകളെയോ രണ്ട് വാചകങ്ങളെയോ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ദാറ്റ് ചേർക്കും. അപ്പോൾ ആ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാണെന്ന് നോക്കണം, ഏത് തരത്തിലുള്ള സെൻറ്റൻസ് ആണെന്ന് നോക്കണം. ഹൗ ബ്യൂട്ടിഫുൾ ദ സൈറ്റ് ഈസ്, അതെന്ത് മനോഹരമായ സൈറ്റാണ്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, ഒരു വരയൊരു കുത്തും കിടപ്പുണ്ട്, അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ്. അത് കാണുമ്പോഴറിയാം. ചോദ്യമാണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കാണും, വൈ, വാട്ട്, വിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഒരു പ്രസ്താവന, അതൊരു അസർട്ടീവ് സെൻറ്റൻസ്, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം വെർബിൽ തുടങ്ങുന്ന വാചകങ്ങളാണ്. അപ്പോൾ ഇവിടെ ഹൗ ബ്യൂട്ടിഫുൾ ദ സൈറ്റ് ഈസ്, എന്ത് മനോഹരമായ സൈറ്റാണ്. അപ്പോൾ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ആ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ അതിനെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ മനസ്സിൽ തന്നെ അല്ലെങ്കിൽ എഴുതിയോ കൺവേർട്ട് ചെയ്യണം. ഹൗ ബ്യൂട്ടിഫുൾ ദ സൈറ്റ് ഈസ്. അപ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ദ സൈറ്റ് റിപ്പോർട്ട് ചെയ്യാൻ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ അതിനെ ഒരു അസർട്ടീവ് സെൻറ്റൻസ് ആയിട്ട് മാറ്റണം. എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ദ സൈറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ദ സൈറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ഹൗ ബ്യൂട്ടിഫുൾ ദ സൈറ്റ് ഈസ്, എന്ത് മനോഹരമാണ് ആ കാഴ്ച എന്ന് പറഞ്ഞാൽ ആ കാഴ്ച വളരെ മനോഹരമാണെന്നാകണം. ഹൗ എന്നുള്ള വാക്ക് കളഞ്ഞിട്ട് ദ സൈറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ സൈറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അന്നേരം നമ്മൾ അതിനെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൂൾ വെച്ചിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കണം. അപ്പോൾ ഹീ ടോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ കൺജങ്ഷൻ ദാറ്റ് ചേർക്കും. ഹീ ടോൾഡ് ദാറ്റ്. ഇപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ടോൾഡാണ്. ടോൾഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്. പാസ്റ്റ് ടെൻസിൽ റിപ്പോർട്ടിംഗ് വെർബ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വെർബുകളെല്ലാം പാസ്റ്റ് ടെൻസിലാകണം. അപ്പോൾ എന്ത് വരും? ഹി ടോൾഡ് ദാറ്റ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി വെച്ചപ്പോൾ എന്തായിരുന്നു? ദ സൈറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ദ സൈറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ഹി ടോൾഡ് ദാറ്റ് ദ സൈറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ ഹി എക്സ്ക്ലൈംഡ് ദാറ്റ്. എക്സ്ക്ലൈംഡ് എന്ന് പറയാം. ഇവിടെ എക്സ്ക്ലൈംഡ് എന്ന് പറയാം. ഹി എക്സ്ക്ലൈംഡ് ദാറ്റ് ദി സൈറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടെ സി ആണ് ഉത്തരം. ഇവിടെ തന്നിരിക്കുന്ന ഉത്തരത്തിൽ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഹി ടോൾഡ് ദാറ്റ് ദ സൈറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റാ, ഈസ് വന്നുകൊണ്ട് തെറ്റാ. അല്ലെങ്കിൽ നമുക്കത് വാസായിരുന്നെങ്കിൽ അത് ഉത്തരമായിട്ട് എഴുതാം. ഹി ടോൾഡ് ദാറ്റ് ദ സൈറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അല്ല, ഹി ആസ്ക്ഡ് വരില്ല. ഹി എക്സ്ക്ലൈംഡ് ദ സൈറ്റ് ആസ് ബ്യൂട്ടിഫുൾ, അതുമല്ല. ഹി എക്സ്ക്ലൈംഡ് ദാറ്റ് ദ സൈറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, സി. അപ്പോൾ ഇത്രയും 25 ചോദ്യത്തിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക, നമുക്കത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.